പുതുയുഗ യാത്രക്കിടെ തമ്മിൽ തല്ലി കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കന്മാരും. അമ്മേ, സതീശൻ ക്യാപ്റ്റനായി തുടങ്ങിയ പുതുയുഗ യാത്ര ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് കൂട്ടത്തല്ലിലാണ്. ദൃശ്യങ്ങൾ വൈറലാണ്. തമ്മിൽ തല്ലുകയും കൂടെയുള്ള സഹപ്രവർത്തകൻ്റെ കൊങ്ങയ്ക്ക് കുത്തി തൊടിയിലേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടാൽ സഹിക്കില്ല. പുതിയ നായകൻ കടന്നു വരുന്നു. ഇക്കഴിഞ്ഞ 6-ാം തീയതിയുടെ സായം സന്ധ്യയിൽ അലകടലിന്റെ തിരമാലകൾക്ക് സപ്തഭാഷാ ആരംഭിച്ച പ്രയാണം ആലപ്പുഴ ജില്ലയിലെ തിരുവനന്തപുരം എത്തിക്കേണ്ടിയിരിക്കുന്നു. പുതുയുഗ യാത്ര ചെങ്ങന്നൂരിലെത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണാനിടയായത്. കാഴ്ചയെന്ന് പറഞ്ഞാൽ തമ്മിലടിച്ച് പ്രവർത്തകരും നേതാക്കന്മാരും തെരുവിൽ കിടന്ന് ഉരുളുന്ന കാഴ്ച. അതുമാത്രമോ, ഇതിൻ്റെ കാരണമല്ലേ രസം. പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ എത്തുമ്പോൾ വേദിയിലേക്ക് ആരൊക്കെ കയറിയിരിക്കണം എന്നുള്ള ഒരു തർക്കം, ആ തർക്കമാണ് ഏറ്റവും അവസാനം ഇത്തരത്തിൽ വലിയ വഴക്കിലേക്കും ഏറ്റവും അവസാനം അടിപിടിയിലേക്കും എത്തുന്നത്. എന്തായാലും ശരി, ഈ തമ്മിലടിക്കുന്നത് രണ്ട് പാർട്ടിക്കാരല്ല, ഒരേ പാർട്ടിക്കാരാണ്, ഒരേ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്തിനേറെ പറയുന്നു, പുതുയുഗ യാത്രയിൽ വി.ഡി. സതീശനെ സ്വീകരിക്കാൻ വേണ്ടി നിന്നവർ കൂടിയാണ് ഈ തമ്മിൽ തല്ലുമായി റോഡിൽ കിടന്ന് ഉരുളുന്നവർ. അതുമാത്രമോ, മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ കൊങ്ങയിൽ കുത്തി തൊടിയിലേക്കാണ് എറിയുന്നത്. എന്ത് ഗതികേടാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. കോൺഗ്രസിനെ, കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ വീണ്ടും പഴയതുപോലെ അധികാരത്തിലേക്ക് എത്തിച്ച് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ കയറ്റിയിരുത്തുവാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണ് ഈ പുതുയുഗ യാത്ര. ഈ പുതുയുഗ യാത്രയിൽ പുതിയ കോൺഗ്രസിനെ സൃഷ്ടിക്കുമെന്നാണ് ഇവർ വാദിച്ചത്. ഏറ്റവും അവസാനം എന്താണ് നമ്മൾ കാണുന്നത്? തമ്മിൽ തല്ലി ഒടുങ്ങുന്ന കാഴ്ച. തുടക്കം മുതൽ തമ്മിൽ തല്ലാണ്. ഷാഫി പറമ്പിൽ തന്നെ മുതിർന്ന നേതാവിൻ്റെ കൊങ്ങയിൽ പിടിച്ച് സ്റ്റേജിന് പുറത്തേക്ക് എറിയുന്നു. ഇപ്പോഴിത് അണികൾ തമ്മിലടിച്ച് മുതിർന്ന നേതാക്കന്മാരുടെ കൊങ്ങയ്ക്ക് കുത്തി തൊടിയിലേക്ക് എറിയുന്നു. എന്ത് കാഴ്ചയാണെന്ന് നോക്കണേ. ഈ കോൺഗ്രസിനെയാണോ കേരളത്തിൻ്റെ ഭരണം ഏൽപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ പ്രവർത്തകർ തമ്മിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ ആ സംഘർഷങ്ങൾ ഇനി ഉണ്ടാകരുതെന്ന് പറഞ്ഞ് വിലക്കി അവരെ നേരായ പാതയിൽ കൊണ്ടുവരേണ്ട വി.ഡി. സതീശൻ അതിനെക്കൊണ്ട് സാധിക്കുന്നില്ല. ഈ വ്യക്തിയാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കേണ്ടത്? അപ്പോൾ കൃത്യമായി നിങ്ങൾ ചിന്തിക്കുക. സതീശൻ എന്ന് പറയുന്ന PR ഉഡായിപ്പ് പുതുയുഗ യാത്ര എന്ന് പറയുന്നൊരു പരിപാടി നടത്തി മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ കോൺഗ്രസ്സുകാരുടെ തമ്മിൽ തല്ല് കാരണം, പ്രവർത്തകരുടെ തമ്മിൽ തല്ല് കാരണം ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഏകദേശം തമ്മിൽ തല്ലി തീരാറാകുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ പറ്റിയ സാഹചര്യമാണ്. പുതിയ നായകൻ കടന്നു വരുന്നു. ഇക്കഴിഞ്ഞ 6-ാം തീയതിയുടെ സായം സന്ധ്യയിൽ അലകടലിന്റെ തിരമാലകൾക്ക് സപ്തഭാഷാ ആരംഭിച്ച പ്രയാണം ആലപ്പുഴ ജില്ലയിലെ തിരുവനന്തപുരം എത്തിക്കേണ്ടിയിരിക്കുന്നു. എത്തിച്ചേർന്ന് മുഴുവൻ ആളുകളും മുന്നിലേക്ക് കിടന്ന്